എല്ലാവർക്കും നമസ്കാരം. GT എഡ്യൂക്കേഷൻ ക്വാളിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE 10ാം ക്ലാസ് മാത്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ആദ്യമായിട്ട് ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 പ്രിന്റഡ് പേജസ് ഉണ്ടാവും. നിങ്ങൾ ആദ്യം തന്നെ അത്രയും പേജസ് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ 38 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിലൊരു QP കോഡ് കൊടുത്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു QP കോഡ് ഉണ്ടാവും. അത് നിങ്ങൾ ആൻസർ ബുക്കിൽ അത് കൃത്യമായിട്ട് തെറ്റാണ്ട് അത് കോപ്പി ചെയ്ത് എഴുതാൻ ശ്രദ്ധിക്കാം. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും അത് ശ്രദ്ധിച്ച് എഴുതുക. ദെൻ നമുക്ക് മറ്റ് ഇൻസ്ട്രക്ഷൻസിലോട്ട് പോവാം. ആകെ 3 മണിക്കൂറാണ് നിങ്ങൾക്ക് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം മാർക്ക് നിങ്ങൾക്കറിയാം 80 മാർക്കിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 38 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കമ്പൽസറി ആയിട്ടും എഴുതിയിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ABCD ആൻഡ് E. അതിൽ ഫസ്റ്റ് സെക്ഷൻ A ക്വസ്റ്റ്യൻ നമ്പർ 1 to 18 MCQ ക്വസ്റ്റ്യൻസ് ആണ്. 19 and 20 അസേർഷൻ റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാത്തിനും 1 മാർക്ക് ഈച്ച് ആണ്. ദെൻ സെക്ഷൻ B ക്വസ്റ്റ്യൻ നമ്പേഴ്സ് 21 to 25 വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്സ് ഈച്ച് ആണ് വരുന്നത്. Then section C question numbers 26 to 31 short answer type questions ആണ്. 3 marks each. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സ് ആണ് മാർക്ക് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ D question numbers 32 to 35 long answer type questions ആണ്. 5 മാർക്സ് ഈച്ച് ആണ്. Then section E question numbers 36 to 38 കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ എനിക്ക് ഇന്റേണൽ ചോയ്സസ് ഉണ്ട്. 2 മാർക്സിന് സബ് ക്വസ്റ്റ്യൻസിൽ വരുന്നതായിരിക്കും. Then there is no overall choices ഇല്ല, പക്ഷെ internal choices ഉണ്ട്. B, C, D and 3 ക്വസ്റ്റ്യൻ സെക്ഷൻ ഇയിലെ 3 ക്വസ്റ്റ്യൻസിനും ബാക്കിയുള്ളതിന് 2 ക്വസ്റ്റ്യൻസിനും ഉള്ള ഇന്റേണൽ ചോയ്സസ് ഉണ്ടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡയഗ്രാംസ് കോപ്പി ചെയ്യുമ്പോഴും വരയ്ക്കുമ്പോഴും കൃത്യമായിട്ട് അത് വരയ്ക്കുക. അല്ല നീറ്റായിട്ട് വരയ്ക്കുക. അടയാളപ്പെടുത്താനുള്ളതൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. അതിൻ്റെ ABCD അടയാളപ്പെടുത്തുമ്പോൾ അതൊന്നും മറക്കാണ്ട് കൃത്യമായിട്ട് പേപ്പറിലോട്ട് കോപ്പി ചെയ്യുക. പിന്നെ പറയാനുള്ളത് പൈ എടുക്കുമ്പോൾ 22/7 എന്നെടുക്കുക. കൃത്യമായിട്ട് പ്രത്യേകം സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് 22/7 എടുക്കുക. സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെ നിങ്ങൾ എടുത്തിട്ട് പ്രോബ്ലംസ് ചെയ്യുക. പിന്നെ കാൽക്കുലേറ്റേഴ്സ് നോട്ട് അലൗഡ് ആണ്, നിങ്ങൾക്കറിയാം. പിന്നെ MCQ ക്വസ്റ്റ്യൻസ് നല്ല വർക്കൗട്ട് ചെയ്ത് എടുക്കേണ്ട ചിലപ്പോൾ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ടൈം കളയരുത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് വേഗം അറ്റൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇനി വരുന്ന കമ്മിങ് മാത്സ് എക്സാമിന് തരാവുന്ന ജനറൽ ഇൻസ്ട്രക്ഷൻസ്. പിന്നെ നമ്മുടെ GT എഡ്യൂക്കേഷൻ ക്വാളിറ്റിയുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ്, നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊക്കെ നിങ്ങൾ കാണുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. സോ ബൈ ഫ്രം GT എഡ്യൂക്കേഷൻ ക്വാളിറ്റി.